നമസ്കാരം. ഞാൻ ജ്യോതിഷരത്നം മഹേഷ് പണിക്കർ. ശകുനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളും ജ്യോതിഷത്തിന്റെ ഭാഗമാണ്. അവയെ വെറും അന്ധവിശ്വാസങ്ങളാണെന്ന് പറയാനാവില്ല. അഥർവവേദത്തിന്റെ 19-ാം അധ്യായത്തിലെ 8-ാം ശ്ലോകത്തിൽ താഴെ പറയുന്ന മന്ത്രങ്ങൾ നമുക്ക് കാണാം. അനുഹവം പരിഹവം പരിവാദം പരിക്ഷവം സർവൈർമേ റിക്തകുംഭാൻ പരാ താൻ സവിതസ്സുവ. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അതിനെ അനുഹവം എന്നു പറയുന്നു. പിന്നിൽ നിന്നല്ലാതെ മറ്റെവിടെ നിന്നോ ആരെങ്കിലും വിളിക്കുന്നു എന്നാൽ അത് പരിഹവം. ഒരാൾ മറ്റൊരാളോട് പരുഷമായി സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു, അത് പരിവാദം. അല്ലെങ്കിൽ ആരെങ്കിലും തുമ്മുകയോ ഒരു ഒഴിഞ്ഞ പാത്രം കാണുകയോ ചെയ്യുന്നു. ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് പോകുന്ന കാര്യം വിജയിക്കില്ല എന്നാണ്. ഈ മന്ത്രത്തിൽ ഇത്തരം ശകുനങ്ങളുടെ ദോഷഫലങ്ങൾ നീക്കം ചെയ്യണമെന്ന് സൂര്യനോട് പ്രാർത്ഥിക്കുന്നു. ശകുനശാസ്ത്രം ജ്യോതിഷത്തിന്റെ ഭാഗമാണ്. ജ്യോതിഷത്തിൽ നിരവധി വിഭാഗങ്ങളുണ്ട്. ഗോളം, ഹോര, സംഹിത, പ്രശ്നം. ഗോളം എന്നത് ഗ്രഹങ്ങളെയും അവയുടെ ഗതിയെയും പറ്റിയുള്ള പഠനമാണ്. ജാതകത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ് ഹോരയിൽ. ചോദ്യം ചോദിക്കുന്ന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ് പ്രശ്നത്തിൽ. ശകുനങ്ങൾ സംഹിത എന്ന വിഭാഗത്തിന് കീഴിലാണ് വരുന്നത്. ഇവ യാദൃശ്ചികമായ സംഭവങ്ങളല്ലെന്ന് ആചാര്യന്മാർ പറയുന്നു. ഇങ്ങനെയാണ് പ്രകൃതി നമ്മോട് സംസാരിക്കുന്നത്, നമുക്ക് സൂചനകൾ നൽകുന്നത്. അന്യജന്മാന്തരകൃതം കർമ്മ പുംസാം ശുഭാശുഭം യത്തസ്യ ശകുനഃപാകം നിവേദയതി ഗച്ഛതാം. നമ്മുടെ മുൻകാല കർമ്മങ്ങളുടെ ഫലമായി നമുക്കെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശകുനങ്ങൾ സൂചിപ്പിക്കുന്നു. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും ദശകളും അന്തർദശകളും ഒരു കാലയളവിൽ നിങ്ങൾക്കെന്താണ് പ്രതീക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നതുപോലെ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രകൃതി തന്നെ നമ്മോട് പറയുന്ന മറ്റൊരു മാർഗമാണ് ശകുനങ്ങൾ. എന്നാൽ കാണുന്നതെല്ലാം ശകുനമല്ല. ശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നവ മാത്രമേ ശകുനങ്ങളായി എടുക്കാൻ കഴിയൂ.